ലക്ഷദ്വീപും ബേപ്പൂരുമായുള്ള യാത്രാ കപ്പൽ ബന്ധം അവസാനിച്ചിട്ട് 5 വർഷം പിന്നിടുകയാണ്. എന്നാൽ കോഴിക്കോട്ടെ വാണിജ്യ സമൂഹവും യാത്രക്കാരും നിരന്തരം അപേക്ഷിച്ചിട്ടും തീരുമാനത്തിൽ മാറ്റം വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. ലക്ഷദ്വീപ് ബേപ്പൂർ റൂട്ടിൽ MV അമീൻ ദിവ്വി, MV മിനിക്കോയ് എന്നീ കപ്പലുകളാണ് തുടർച്ചയായി സർവീസ് നടത്തിയിരുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ഉന്നത ചികിത്സയ്ക്കുമൊക്കെയായി കോഴിക്കോട്ടേക്ക് പോകുന്നവരുടെ വൻ തിരക്കായിരുന്നു എപ്പോഴും കപ്പലുകളിലും വെസലുകളിലും. എന്നാൽ 2021 ആയപ്പോഴേക്കും കാലപരിധി കഴിഞ്ഞു എന്ന പേരിലാണ് കപ്പലുകൾ ആദ്യം പിൻവലിച്ചത്. പിന്നാലെ അതിവേഗ യാത്രാ വെസലുകളും നിർത്തലാക്കുകയായിരുന്നു. അതേസമയം ലക്ഷദ്വീപും കോഴിക്കോടും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലക്ഷദ്വീപ് കൊച്ചി കപ്പൽ ഗതാഗതം പരിഗണനയിലില്ലാതിരുന്ന കാലത്തു പോലും ദ്വീപിൽ നിന്ന് ബേപ്പൂർ റൂട്ടിലൂടെ കപ്പൽ സർവീസുകൾ ഉണ്ടായിരുന്നു. ദ്വീപ് നിവാസികൾക്ക് മലബാറിലേക്കും കേരളത്തിലേക്കുമുള്ള കവാടമായിരുന്നു ബേപ്പൂർ. ലക്ഷദ്വീപ് ഭരണം സംഘപരിവാർക്കാരനായ അഡ്മിനിസ്ട്രേറ്ററുടെ കീശയിലായതോടെയാണ് ലക്ഷദ്വീപിനെയും മലബാറിനെയും ഒതുക്കാനുള്ള കുതന്ത്രങ്ങൾക്ക് തുടക്കമായത്. യാത്രാ സൗകര്യം പരിപൂർണമായി നിലച്ചതോടെ കോഴിക്കോട് സർവകലാശാലയെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികളും ഉയർന്ന ചികിത്സയ്ക്കായി കോഴിക്കോടിന് പോയിരുന്നവരും ദുരിതത്തിലായി. ദ്വീപുകാരുടെ വരവ് നിലച്ചത് മലബാറിലെ വ്യാപാര മേഖലയെയും സാരമായി ബാധിച്ചു. ലക്ഷദ്വീപ് ബേപ്പൂർ സർവീസ് നിർത്തലാക്കിയതിനെ കുറിച്ച് ഒരേ സമയം പല മുടന്തൻ ന്യായങ്ങളാണ് ദ്വീപ് ഭരണകൂടം നിരത്തുന്നത്. നിലവിൽ സർവീസിന് പറ്റിയ കപ്പലുകൾ ലഭ്യമല്ല എന്നത് അത്തരം ന്യായങ്ങളിൽ ഒന്നാണ്. ബേപ്പൂരിലെ കപ്പൽ ചാലിന്റെ ആഴം കപ്പലുകളുടെ സുരക്ഷിത പ്രവർത്തനത്തിന് തീരെ പോരാ എന്നതാണ് അടുത്ത വാദം. കപ്പലുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ യഥാസമയം പൂർത്തിയാക്കാതെ യാത്രാ ദുരിതമുണ്ടാക്കി ലക്ഷദ്വീപിനെയും മലബാറിനെയും മനഃപൂർവ്വം ദ്രോഹിക്കുകയാണെന്ന് വിമർശിക്കുന്നവരുമുണ്ട്. ലക്ഷദ്വീപിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 6 മണിക്കൂറും കൊച്ചിയിലേക്ക് 9 മണിക്കൂറുമാണ് കപ്പൽ യാത്രാ സമയം. കോഴിക്കോടിന് പോകേണ്ടവർ കൊച്ചിയിലെത്തി അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പോകണം. കോഴിക്കോട് നിന്ന് ദ്വീപിലേക്ക് പോകേണ്ടവരും ആശ്രയിക്കേണ്ടത് ഇതേ മാർഗം തന്നെയാണ്. എന്നാൽ ലക്ഷദ്വീപ് കൊച്ചി കപ്പൽ സർവീസുകളുടെ എണ്ണം 7-ൽ നിന്ന് 5ഉം 5-ൽ നിന്ന് 1ഉം ആയതോടെ ദ്വീപുകാർക്ക് കേരളത്തിലേക്കും തിരിച്ച് നാട്ടിലേക്കുമുള്ള പോക്കുവരവ് അക്ഷരാർത്ഥത്തിൽ നരകയാത്രയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷത്തിനടുത്ത് ജനങ്ങളുള്ള ദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് നിലവിൽ സർവീസ് നടത്തുന്നത് 400 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു കപ്പൽ മാത്രമാണ്. വിനോദസഞ്ചാരികളുടെയും പ്രത്യേക പരിഗണനയുള്ളവരുടെയും ഊഴം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ദ്വീപ് യാത്രക്കാരെ പരിഗണിക്കുന്നത് പോലും. ഏത് കാലാവസ്ഥയിലും സർവീസ് നടത്താവുന്ന കപ്പലുകൾ ഉണ്ടായിട്ടും മനഃപൂർവ്വമായി യാത്രാക്ലേശം അടിച്ചേൽപ്പിക്കുന്ന അധികൃതരുടെ ചിറ്റമ്മ നയത്തിനെതിരെ ദ്വീപ് നിവാസികൾ കഴിഞ്ഞ ദിവസം കടലാസ് കപ്പലുകൾ കടലിലിറക്കി പ്രതിഷേധിച്ചിരുന്നു.